ഹായ് ഓൾ, നമ്മളിന്ന് പുതിയൊരു മൊഡ്യൂളിലോട്ട് കടക്കുകയാണ്. മൊഡ്യൂൾ 3 പ്രൈസ് മിക്സ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പ്രോഡക്റ്റ് മിക്സ് എന്താണെന്നും പ്രോഡക്റ്റിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും പ്രോഡക്റ്റ് മിക്സ് സ്ട്രാറ്റജി ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു പഠിച്ചത്. പിന്നെ നമുക്ക് അടുത്ത മാർക്കറ്റിംഗ് മിക്സിലെ നെക്സ്റ്റ് പി ആയിട്ടുള്ള പ്രൈസിനെ സംബന്ധിച്ചും പ്രൈസ് മിക്സിനെ സംബന്ധിച്ചാണ് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കുന്നത്. അപ്പോൾ പ്രൈസ് എന്താണെന്നും പ്രൈസ് മിക്സ് എന്താണെന്നും ഓൾറെഡി നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ അതുപോലെ അതിൻ്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പ്രൈസ്? നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, പ്രൈസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വാല്യൂ ദാറ്റ് ഈസ് റിക്വയർഡ് ടു പർച്ചേസ് എ സ്പെസിഫിക് ക്വാണ്ടിറ്റി ഓഫ് എ ഗുഡ് ഓർ സർവീസ്. അപ്പോൾ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രോഡക്റ്റോ സർവീസോ വാങ്ങുന്നതിനായിട്ട് നമ്മൾ കൊടുക്കുന്ന വാല്യൂവിനെയാണ് പ്രൈസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കൺസിഡറേഷൻ ഗിവൺ ഇൻ എക്സ്ചേഞ്ച് ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ആൻഡ് പൊസഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അപ്പോൾ നമ്മുടെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിൻ്റെ ട്രാൻസ്ഫർ അല്ലെങ്കിൽ പൊസഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്രൈസ് എന്നൊരു വാല്യൂ നമ്മൾ കൊടുക്കുന്നത്. ഇനി പ്രൈസ് മിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് പാരഗ്രാഫിൽ നോക്കി അറിയാം. പ്രൈസ് മിക്സ് ഈസ് ആൻ അംബ്രല്ല ടേം വിച്ച് ഈസ് യൂസ്ഡ് ടു കവർ ഓൾ ദ ഫാക്ടേഴ്സ് അസോസിയേറ്റഡ് വിത്ത് പ്രൈസിങ് സച്ച് ആസ് യൂണിറ്റ് പ്രൈസ് ലെവൽ ടു ബി അഡോപ്റ്റഡ്, ഡിസ്കൗണ്ട് ടു ബി ഓഫേർഡ്, പ്രൈസിങ് സ്ട്രാറ്റജീസ്, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ടേംസ് ഓഫ് ക്രെഡിറ്റ് ടു ബി അലൗഡ് ടു കസ്റ്റമേഴ്സ്. അപ്പോൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, നമ്മളൊരു പ്രോഡക്റ്റ് മേടിക്കുന്നതിന് കൊടുക്കുന്ന വാല്യൂ. ഇനി പ്രൈസ് മിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും കൂടി ഉൾക്കൊണ്ടിട്ടാണ് പ്രൈസ് മിക്സ് എന്ന് പറയുന്നത്. അതായത് ഏത് പ്രൈസാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്, എത്ര ഡിസ്കൗണ്ട് കൊടുക്കണം, ഏത് പ്രൈസിങ് സ്ട്രാറ്റജീസാണ് നമ്മുടെ പ്രോഡക്റ്റിന് വേണ്ടത്, അതുപോലെ ഡിഫറെൻറ്റ് പ്രോഡക്റ്റിന് ഡിഫറെൻറ്റ് പ്രൈസ് നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്, ക്രെഡിറ്റ് എത്രത്തോളം കൊടുക്കാം, ഇങ്ങനെയുള്ള പ്രൈസിനെ സംബന്ധിച്ചുള്ള A to Z കാര്യങ്ങളെ ഒരുമിച്ച് ചേർന്നാണ് പ്രൈസ് മിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്രൈസിങ്. അപ്പോൾ പ്രൈസിങ് എന്താണെന്ന് നോക്കാം നമുക്ക്. പ്രൈസിങ് സിംപ്ലി മീൻസ് ദ ആക്ട് ഓഫ് സെറ്റിംഗ് ദ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസസ്. അതായത് നമ്മളൊരു പ്രോഡക്റ്റിനോ സർവീസിനോ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന ആ ഒരു ആക്ടിനെയാണ് പ്രൈസിങ് എന്ന് പറയുന്നത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റിന് നമ്മൾ വില നിശ്ചയിക്കുന്നതിനെയാണ് പ്രൈസിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് ഡിസൈഡിങ് ദ വാല്യൂ ഓഫ് എ മാനുഫാക്ചർ ഹാസ് ടു റിസീവ് വൈൽ ഡെലിവറിങ് പ്രോഡക്റ്റ് ടു കൺസ്യൂമേഴ്സ്. അപ്പോൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് കൺസ്യൂമേഴ്സിന് കൊടുക്കുമ്പോൾ മാനുഫാക്ചർ ഈടാക്കുന്ന വാല്യൂവിലെയാണ് പ്രൈസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. In a broad sense, pricing covers all activities related to price, such as setting the objectives of pricing, formulating the pricing strategy, deciding changes in price and monitoring the price. അപ്പം ഇനി ഒരു സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റിന് പ്രൈസ് നിശ്ചയിക്കുന്നതാണ് പ്രൈസിങ് എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ബ്രോഡ് സെൻസിൽ എടുക്കുകയാണെങ്കിൽ പ്രൈസിനെ സംബന്ധിച്ചുള്ള എല്ലാ ഡിസിഷൻസും, അതായത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രൈസിങ് എന്നുള്ള പ്രൈസിങ് ഒബ്ജക്റ്റീവ് തിരഞ്ഞെടുക്കുക, അതുപോലെ പ്രൈസിങ് സ്ട്രാറ്റജി തിരഞ്ഞെടുക്കുക, അതുപോലെ മോണിറ്റർ ചെയ്യുക, പ്രൈസിൻ്റെ ചേഞ്ചസ് നമ്മൾ മാർക്കറ്റിൽ പ്രൈസിനുണ്ടാകുന്ന ചേഞ്ചസ് മോണിറ്റർ ചെയ്യുക, ഇങ്ങനെ പ്രൈസിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പ്രൈസിങ്ങിൽ ഉൾക്കൊള്ളുന്നു. ഇനി അതൊരു ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. പ്രൈസിങ്ങിൻ്റെ ഡെഫിനേഷൻ എന്നാണ് WG സ്റ്റാൻറ്റണിൻ്റെ ഡെഫിനേഷൻ നിങ്ങൾ നോക്കിയാൽ മതി. പ്രൈസിങ് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഡിറ്റർമിനിങ് ദ പ്രോഡക്ട്സ് വാല്യൂ ഇൻ മോണിറ്ററി ടേംസ്. പ്രൈസിങ് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഡിറ്റർമിനിങ് ദ പ്രോഡക്റ്റ് വാല്യൂ ഇൻ മോണിറ്ററി ടേംസ്. അപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ വാല്യൂ നമ്മൾ മോണിറ്ററി ടേമിൽ ഡിസൈഡ് ചെയ്യുന്നത്, ഡിറ്റർമിൻ ചെയ്യുന്നതിനെയാണ് പ്രൈസിങ് എന്ന് പറയുന്നത്. ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ വാല്യൂ നമ്മൾ മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഡിസൈഡ് ചെയ്യുന്നതിനൊക്കെയാണ് പ്രൈസിങ് എന്ന് പറയുന്നതെന്നാണ് WG സ്റ്റാൻറ്റൺ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൈസിങ്. ഇങ്ങനെ പ്രൈസ് നിശ്ചയിക്കുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് പ്രൈസിങ്ങിൻ്റെ ലക്ഷ്യങ്ങൾ. ദ പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ് ഡിസ്ക്രൈബ് വാട്ട് എ ഫേം വാണ്ട്സ് ടു അച്ചീവ് ത്രൂ പ്രൈസിങ്. അപ്പോൾ പ്രൈസിങ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് പ്രൈസ് ഇടുന്ന വഴി എന്താണൊരു ഫേം ഡിസൈഡ് ചെയ്തത്, എന്നുവെച്ചാൽ എന്ത് ടാർഗറ്റാണ് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിനെയാണ് പ്രൈസിങ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒരു പ്രോഡക്റ്റിനെ പ്രൈസ് സെറ്റ് ചെയ്യുന്ന വഴി ഫേം ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തിനെയോ അതിനെ നമ്മൾ പ്രൈസിങ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നു. ഇതിനകത്ത് പ്രോഫിറ്റ് സെൻറ്റേഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, സെയിൽസ് സെൻറ്റേഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അതുപോലെ മാർക്കറ്റ് ഷെയർ, പിന്നെ മാർക്കറ്റ് സർവൈവൽ, സ്റ്റാറ്റസ് ഓറിയൻറ്റഡ് ഒബ്ജക്റ്റീവ്സ്, കോമ്പറ്റീഷൻ. ഇത്ര ഒബ്ജക്റ്റീവ്സാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. Profit centered objectives. First one, profit centered objectives. Profit centered objectives aims at achieving maximum profit for the firm. The profit centered objectives involve achieving the target return and maximum return on investment. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് സെൻറ്റേഡ് ഒബ്ജക്റ്റീവ് ആണ്. പ്രോഫിറ്റ് സെൻറ്റേഡ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നൊരൊറ്റ ഒരു ലക്ഷ്യം, അതിനെയാണ് പ്രോഫിറ്റ് സെൻറ്റർഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫേമിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മെയിൻ പ്രൈസിങ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് സെൻറ്റർഡ് ആയിരിക്കും. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന് നമുക്ക് മാക്സിമം റിട്ടേൺ തിരിച്ച് കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ മുടക്കിയിരിക്കുന്ന മുതൽ മുടക്കിനനുസരിച്ചുള്ള റിട്ടേൺ തിരിച്ച് കിട്ടുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. Profit centered objectives make companies to formulate their pricing policies such a way as to attain the expected profit. അപ്പോൾ പ്രോഫിറ്റ് സെൻറ്റേഡ് ഒബ്ജക്റ്റീവ്സ് പ്രോഫിറ്റിനെ മാത്രം അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവരുടെ കൂടുതലായിട്ട് അവരുടെ സ്ട്രാറ്റജീസ് പോകുന്നത് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ഒബ്ജക്റ്റീവായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രൈസിങ് ഡിസിഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് സെൻറ്റേഡ് ഒബ്ജക്റ്റീവാണ്, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക. ഇനി സെക്കൻഡ് വൺ സെയിൽസ് സെൻറ്റേഡ് ഒബ്ജക്റ്റീവ്സ്. സെയിൽസ് സെൻറ്റേഡ് ഒബ്ജക്റ്റീവ്സ് ഫോക്കസ് ഓൺ ഇൻക്രീസിങ് ദ വോളിയം ഓഫ് സെയിൽസ് റാദർ ദാൻ ഇൻക്രീസിങ് പ്രോഫിറ്റ്. അപ്പോൾ അടുത്തൊരു ഒബ്ജക്റ്റീവാണ് സെയിൽസ് സെൻറ്റേഡ് ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇങ്ങനെ ഒരു സെയിൽസ് സെൻറ്റേഡ് ഒബ്ജക്റ്റീവ് ഉള്ളൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത് പ്രോഫിറ്റിനെ മാത്രം മുൻനിർത്തിയാവത്തില്ല, എങ്ങനെയെങ്കിലും സെയിൽസ് ഇൻക്രീസ് ചെയ്യുക, അതുവഴി പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള രീതിയായിരിക്കും. മെയർ ആയിട്ടൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമല്ല, അതിന് പകരം സെയിൽസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ള ഒബ്ജക്റ്റീവോടുകൂടി പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നതിന് സെയിൽസ് സെൻറ്റേഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നു. ഹയർ സെയിൽസ് വോളിയം വിൽ ലീഡ് ടു ലോവർ യൂണിറ്റ് കോസ്റ്റ് ആൻഡ് ഹയർ ലോങ് റൺ പ്രോഫിറ്റ്. അപ്പം നമുക്ക് ഈ ഒരു ഹയർ സെയിൽസ്, നമ്മുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്ന വഴി, അങ്ങനെ വരുമ്പം പ്രൈസ് എപ്പോഴും കുറവായിരിക്കും അവർ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്ന വഴി നമുക്ക് മാക്സിമം സെയിൽസ് കൂട്ടുക, സെയിൽസ് പ്രൈസ് കുറയ്ക്കുമ്പം സെയിൽസ് മാക്സിമം കൂടും, അതനുസരിച്ച് നമ്മുടെ യൂണിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയും, അങ്ങനെ നമുക്ക് മാക്സിമം റിട്ടേൺ കിട്ടും. അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ്സ് വെച്ചിട്ടാണ് സെയിൽസ് സെൻറ്റേഡ് ഒബ്ജക്റ്റീവ്സ് ഫേംസ് ഫ്രെയിം ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെയാണ് മാർക്കറ്റ് ഷെയർ. അടുത്തൊരു ഒബ്ജക്റ്റീവ്, പ്രൈസിങ്ങിൻ്റെ അടുത്ത ഒബ്ജക്റ്റീവാണ് മാർക്കറ്റ് ഷെയർ അറ്റൈൻ ചെയ്യുക. മാർക്കറ്റ് ഷെയർ ഈസ് എ മീനിങ് മെഷർ ഓഫ് ഗ്രോത്ത് ആൻഡ് സക്സസ് ഓഫ് എ ഫേം. കമ്പനീസ് മേ സെറ്റ് പ്രൈസിംഗ് ഗോൾസ് ടു സെക്യൂർ ഹയസ്റ്റ് ഷെയർ ഇൻ ദ മാർക്കറ്റ് ആൻഡ് മാർക്കറ്റ് ലീഡർഷിപ്പ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റ് ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ ഭൂരിഭാഗം ഷെയർ മേടിക്കുക എന്നുള്ളതല്ല, നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എല്ലായിടത്തും അവൈലബിൾ ആക്കുക, അങ്ങനെ കസ്റ്റമേഴ്സ് നമ്മുടെ പ്രോഡക്റ്റിനെ ഫെമിലിയർ ആക്കുക, ഇങ്ങനെയുള്ളൊരു ഒബ്ജക്റ്റീവിനാണ് മാർക്കറ്റ് ഷെയർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ പ്രൈസിങ് ഡിസിഷൻ അതനുസരിച്ചായിരിക്കും, ഒരുപാട് ഹയർ പ്രൈസ് ഒന്നും ചാർജ് ചെയ്യുകയുണ്ടാവില്ല, അതുപോലെ ബാക്കി എന്തെങ്കിലും ഡിസ്കൗണ്ട്സോ അങ്ങനെയൊക്കെ കൊടുത്ത് മാർക്കറ്റിനെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്തൊരു പ്രൈസിങ്ങിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പം മാർക്കറ്റിലെ ഹയസ്റ്റ് ഷെയർ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ മാർക്കറ്റിൽ എല്ലായിടത്തും നമ്മുടെ പ്രോഡക്റ്റ് കിട്ടും, അങ്ങനെ ഒരു മാർക്കറ്റ് ലീഡർഷിപ്പ് കിട്ടാനും സഹായിക്കുന്നു. എ മാർക്കറ്റ് ഷെയർ പ്രൈസ് ഒബ്ജക്റ്റീവ് ക്യാൻ ബി ഐദർ ടു മെയിൻറ്റെയിൻ ദ മാർക്കറ്റ് ഷെയർ, ടു ഇൻക്രീസ് ഇറ്റ് ഓർ സംടൈംസ് ടു ഡിക്രീസ് ഇറ്റ്. അപ്പം രണ്ട് രീതിയിൽ മാർക്കറ്റ് ഷെയർ വേണമെങ്കിൽ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. കാരണം ഒന്നെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിനെ കുറച്ച് പ്രൈസ് ഇൻക്രീസ് ചെയ്ത് ഒരു ലക്ഷറി പ്രോഡക്റ്റാക്കി മാറ്റുക, കൂടുതലായിട്ടും ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റ്, നല്ല പ്രൈസുള്ള ഒരു പ്രോഡക്റ്റ്, ക്വാളിറ്റി അതനുസരിച്ച് കൊടുക്കുക, അങ്ങനെ മാർക്കറ്റ് ഷെയർ അറ്റൈൻ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈസ് കുറച്ച് എല്ലാവർക്കും നമ്മുടെ പ്രോഡക്റ്റ് അവൈലബിൾ ആക്കുക. ഇങ്ങനെ രണ്ട് രീതിയിൽ മാർക്കറ്റ് ഷെയർ അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് പ്രൈസിങ് ഡിസിഷൻ വഴി സാധിക്കും. ഇനി മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാർക്കറ്റ് സർവൈവൽ. Most of the companies give utmost importance to long-term existence of the firm and its product in the market rather than maximizing profit. അപ്പോൾ മാർക്കറ്റ് സർവൈവൽ എന്ന അടുത്തൊരു ഒബ്ജക്റ്റീവ് വന്നിരിക്കുന്നത് മാർക്കറ്റിൽ പിടിച്ച് നിൽക്കുക, അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് പ്രൈസിന് വരുന്നുണ്ട്. കാരണം ഒരുപാട് ഹയസ്റ്റ് പ്രൈസ് ഇട്ട് ഒരുപക്ഷെ പ്രോഡക്റ്റ് മാർക്കറ്റിലെ ആൾക്കാർക്കൊന്നും ലഭിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ എല്ലാവരും അത് മേടിക്കുന്നുണ്ടാകത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിന് ഡിമാൻഡ് കുറവായിരിക്കും. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാതെ, അതായത് ഹയർ പ്രൈസ് ചാർജ് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഔട്ടാകാതെ മാർക്കറ്റിൽ മാക്സിമം സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് ചില ഫേംസ്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഫേംസും ഒരു ഒബ്ജക്റ്റീവായിട്ട് എടുക്കുന്നത്. അങ്ങനെ വരുമ്പം പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ് ആർ സെറ്റ് ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് ടു ഫെസിലിറ്റേറ്റ് ലോങ് ടേം മാർക്കറ്റ് സർവൈവൽ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പ്രൈസിങ് സ്ട്രാറ്റജി അല്ലെങ്കിൽ പ്രൈസിങ് ഡിസിഷൻ പോകും, എങ്ങനെ മാർക്കറ്റിൽ സർവൈവ് ചെയ്ത് പോകാം എന്നുള്ള രീതിക്ക് പ്രൈസ് സെറ്റ് ചെയ്ത് വെക്കും. അപ്പം മാർക്കറ്റിൽ സർവൈവ് ചെയ്യുക എന്നുള്ളതും ഒരു പ്രൈസിങ് ഒബ്ജക്റ്റീവായിട്ട് പറഞ്ഞിരിക്കുന്നു. ഫിഫ്ത്ത് പറഞ്ഞിരിക്കുന്നത് സ്റ്റാറ്റസ് ഓറിയൻറ്റഡ് ഒബ്ജക്റ്റീവ്സ്. സ്റ്റാറ്റസ് ഓറിയൻറ്റഡ് പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ് ഗീവ് എംഫസൈസ് ഓൺ ടു മെയിൻറ്റെയിൻ the current market position of a product. This objective attempt to minimize the risk of loss while trying for more profit and sales volume. അപ്പോൾ ഇവിടെ സ്റ്റാറ്റസ് ഓറിയൻറ്റഡ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാറ്റസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ എത്രയായാലും നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ നല്ല ബ്രാൻഡഡ് ആയിട്ട് തന്നെ നിലനിൽക്കണം, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ള പൊസിഷൻ തന്നെ നിൽക്കണം, ഒരിക്കലും ഒരു ഡിക്ലൈൻ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിൽ പ്രൈസിങ് ഡിസിഷൻ എടുക്കുന്നതിനാണ് സ്റ്റാറ്റസ് ഓറിയൻറ്റഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ലോസ് എന്ന് വെച്ചാൽ ഒരുപാട് എപ്പോഴും പ്രൈസ് കൂട്ടുമോ ഈ പ്രൈസിൽ ഒരുപാട് ചേഞ്ച് വരുത്താതെ ആയിരിക്കും ഇവർ മാക്സിമം ഈ ഒരു സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഒരുപാട് ലോസ് ഉണ്ടാകും, അതായത്
ഒരുപാട് ലോസ് ഉണ്ടാവാതെ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാനും സെയിൽസ് കൂട്ടാനുമായിരിക്കും ഈ സ്റ്റാറ്റസ് ഓറിയൻറ്റഡ് ഒബ്ജക്റ്റീവ്സ് ഉള്ള ഫേംസ് ശ്രമിക്കുക. ദ ഫേം ഡസ് നോട്ട് മേക്ക് എനി ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ആൻഡ് മെയിൻറ്റെയിൻസ് പ്രൈസ് സ്റ്റെബിലിറ്റി. അങ്ങനെ വരുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈസിന് ഒരു സ്റ്റേബിൾ പ്രൈസ് അവർ കൊണ്ടുപോകും. കാരണം അവർക്ക് സ്റ്റാറ്റസ് നിലനിർത്തി പോകണം, മാർക്കറ്റ് സർവൈവ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ പ്രൈസിംഗ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിരിക്കും. ഒരുപാട് ചേഞ്ചസ്, ഒരുപാട് ഇൻക്രീസ് അല്ലെങ്കിൽ ഒരുപാട് ഡിക്രീസ് എപ്പോഴും അവർ വരുത്തത്തില്ല. ഇനി 6th വൺ പറഞ്ഞേക്കുന്ന പ്രൈസിങ്ങിൻ്റെ നെക്സ്റ്റ് ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷനാണ്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ഒരു പ്രോഡക്റ്റിന് പ്രൈസ് ഇടുമ്പം എപ്പോഴും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് നോക്കും. ആ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് വേരിയേഷൻ വരാതൊരു പ്രൈസായിരിക്കും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. കോമ്പറ്റീഷൻ പിടിച്ചു നിർത്താനായിട്ട് പ്രൈസിങ് സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. Competition is a major hurdle in the market where large number of sellers with closely similar product. In such situation, companies may set the pricing objectives to effectively manage competition in the market. അപ്പം ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് നമ്മുടെ ഒരു മാർക്കറ്റിലൂടെ പ്രോഡക്റ്റായിട്ട് ഇറങ്ങുമ്പോൾ സിമിലർ പ്രോഡക്റ്റുമായിട്ട് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഒരുപാട് കോമ്പറ്റീഷൻ നമുക്ക് ഫേസ് ചെയ്യാതെ ഒരു മിനിമം രീതിയിലൊരു പ്രൈസായിരിക്കും ഫേംസ് അഡോപ്റ്റ് ചെയ്യുന്നത് ഈ ഒരു കോമ്പറ്റീഷനെ പിടിച്ചു നിർത്താനായിട്ട്. ഇപ്പോൾ പ്രൈസിങ് ഡിസിഷനെ തീരുമാനിക്കുന്ന നിശ്ചയിക്കുന്ന ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കോമ്പറ്റീഷനാണ്. അപ്പം പ്രോഫിറ്റ് സെൻറ്റേഡ് ഉണ്ട്, സെയിൽസ് സെൻറ്റേഡ് ഉണ്ട്, അതുപോലെ മാർക്കറ്റ് ഷെയർ പിടിച്ചെടുക്കുക എന്നുള്ളതുകൊണ്ട്, മാർക്കറ്റിൽ സർവൈവ് ചെയ്യുക എന്നുള്ളതുണ്ട്, പിന്നെ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളത്, കോമ്പറ്റീഷൻ പിടിച്ചു നിർത്താനുള്ളത്. ഇത്രയാണ് നമ്മുടെ പ്രൈസിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. നിങ്ങളൊന്ന് നന്നായിട്ട് വായിച്ച് നോക്കിക്കൊള്ളുക. നെക്സ്റ്റ്, റോൾ ഓഫ് പ്രൈസിങ് ഇൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. മാർക്കറ്റ് സ്ട്രാറ്റജി ഡിസൈഡ് ചെയ്യുന്നതിൽ പ്രൈസിൻ്റെ റോൾ എത്രയാണ്, അല്ലെ പ്രൈസിങ്ങിൻ്റെ റോൾ എത്രത്തോളമാണെന്നാണ് നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളത്. ദ ഫോളോയിങ് പോയിന്റ്സ് ഡിസ്ക്രൈബ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈസിങ് ഡിസിഷൻ. അപ്പം ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈസിങ് എന്ന് ചോദിച്ചാലും റോൾ ഓഫ് പ്രൈസിങ് എന്ന് ചോദിച്ചാലും നമുക്ക് ഈ ഒരു പോയിൻറ്റ്സാണ് പഠിക്കേണ്ടത്. നോക്കാം, മാർക്കറ്റ് സ്ട്രാറ്റജിയിൽ എന്താണ് പ്രൈസിങ്ങിൻ്റെ പ്രാധാന്യം. ഫസ്റ്റ് വൺ പറഞ്ഞേക്കുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് പ്രോഫിറ്റ്. Price is a decisive factor of the profit of an organization. If a product is overpriced, then consumers will refuse to buy it, and if it is underpriced, the firm would not get the deserved profit. Sound pricing decision help an organization to attain the targeted profit. അപ്പോൾ ഒന്നാമത്തെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെ റോൾ എന്ന് പറയുന്നത് പ്രോഫിറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന മെയിൻ ഘടകമാണ് പ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ പ്രൈസ് ഡിസിഷൻ എടുക്കുമ്പോൾ അറ്റ്മോസ്റ്റ് കെയറോടുകൂടി വേണം ആ ഒരു പ്രൈസ് ഡിസിഷൻ എടുക്കാനായിട്ട്. ഇപ്പോൾ ഓവർ പ്രൈസ്ഡ് ആണെങ്കിൽ, അതായത് ഒരുപാട് പ്രൈസ് കൂട്ടിയിട്ടാണ് ഒരു പ്രോഡക്റ്റിന് നമ്മൾ ചാർജ് ചെയ്യുന്നതെങ്കിൽ ആൾക്കാർക്ക് അത് മേടിക്കാനുള്ള താല്പര്യം ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു നമ്മുടെ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാകത്തില്ല. അതുവഴി നമുക്ക് നഷ്ടത്തിലോട്ട് നമ്മൾ വരും. ഇനി അണ്ടർ പ്രൈസ്ഡ് ആണെങ്കിൽ, അതായത് തീരെ ലോ പ്രൈസിലാണ് പ്രോഡക്റ്റ് വിൽക്കുന്നതെങ്കിൽ ഒരുപക്ഷെ കൺസ്യൂമേഴ്സ് ഉണ്ടായിരിക്കും, പക്ഷേ ഫേമിന് അവർ ആഗ്രഹിച്ച അത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടൊരു സൗണ്ട് പ്രൈസിങ് ഡിസിഷൻ അല്ലെങ്കിൽ ഒരു സൗണ്ട് പ്രൈസിങ് പോളിസി ആയിരിക്കണം ഓർഗനൈസേഷൻ അഡോപ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒന്നാമത്തെ ഒരു പ്രൈസിൻ്റെ റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് പ്രൈസ് എന്ന് പറയുന്നത്. രണ്ടാമത് കോമ്പറ്റീറ്റീവ് വെപ്പൺ. Appropriate pricing decisions help a firm to fight against competitive products in the market. Price adjustments such as price cuts and discounts are the common strategies followed by firms in competitive situation. അപ്പോൾ അടുത്തൊരു റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രൈസിങ്ങിൻ്റെ റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ് വെപ്പണാണ്. എന്ന് പറഞ്ഞാൽ എന്താ, കോമ്പറ്റീഷനെ പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വെപ്പണാണ് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത്. സമയാസമയങ്ങളിൽ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ പ്രൈസ് കട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ എക്സ്ട്രാ പ്രൈസിങ്ങിൽ എന്തെങ്കിലും ഓഫർ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന വഴി നമുക്ക് കോമ്പറ്റീഷനെ ഒരു പരിധി വരെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പ്രോഡക്റ്റിന് ഒരു ഡിമാൻഡ് ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഈ പ്രൈസിങ് സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസിങ് എന്ന് പറയുന്നത് കോമ്പറ്റീഷനിൽ നമ്മുടെ ഒരു വെപ്പണായിട്ട് പ്രവർത്തിക്കുന്നു. ഇനി തേർഡ് വൺ പറഞ്ഞിരിക്കുന്നത് ഡിമാൻഡ് കൺട്രോൾ. Pricing can be used as an effective tool to increase or decrease the demand of a product. When a company reduces the price of its product, demand increases and a rise in price lowers the demand. Such adjustments on price are followed by companies to maintain balance between supply and demand of the product. അപ്പോൾ അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് ഡിമാൻഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു ടൂളും കൂടിയാണ് ഈ പ്രൈസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിന് ആൾട്ടർനേറ്റീവിൽ അതിൻ്റെ ഡിമാൻഡ് കുറയും. അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ്
കുറയ്ക്കുകയാണെങ്കിൽ അതിന് ഡിമാൻഡ് കൂടുതൽ. അങ്ങനെ വരുമ്പം ഈ പ്രൈസും ഡിമാൻഡും തമ്മിൽ, അതായത് സപ്ലൈയും ഡിമാൻഡും തമ്മിലൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകുന്നതിന് കമ്പനീസ് യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഈ പ്രൈസ് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുക എന്നുള്ളത്. ഇതുവഴി നമുക്ക് ഡിമാൻഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പം മൂന്നാമത്തെ ഒരു പ്രൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഡിമാൻഡ് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഫോർത്ത് വൺ, മോഡിഫിക്കേഷൻ ഓഫ് സെയിൽസ് വോളിയം. Rearrangement of product price helps companies to increase or decrease sales volume. Increased volume of sales will lead to lower unit cost and higher long term profit. അപ്പോൾ നെക്സ്റ്റ് പറഞ്ഞേക്കുന്ന ഒരു പ്രൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മോഡിഫിക്കേഷൻ ഓഫ് സെയിൽസ് വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൽസ് വോളിയത്തെ കൂട്ടുകയോ കുറയ്ക്കുകയോ നമുക്ക് പ്രൈസിങ് സ്ട്രാറ്റജി വെച്ച് ചെയ്യാം. പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ കൂടുതൽ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങത്തില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് സെയിൽസിൻ്റെ ഒരു വോളിയം കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഇപ്പോൾ സെയിൽസ് വോളിയം കൂട്ടാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ പ്രൈസ് കുറച്ചാൽ മതി. അപ്പോൾ അങ്ങനെ സെയിൽസിനെ മോഡിഫൈ ചെയ്യാനായിട്ട് നമ്മൾ പ്രൈസ് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ, മാർക്കറ്റ് ഷെയർ. Appropriate pricing decisions help companies to attain the desired market share. This market share is normally expressed as a percentage of the total industry sales. Market share is considered as a meaningful measure of the success of a firm's മാർക്കറ്റ് സ്ട്രാറ്റജി. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, മാർക്കറ്റ് ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ മാക്സിമം പിടിച്ചു നിൽക്കുക, മാക്സിമം ആൾക്കാരെ കസ്റ്റമേഴ്സിനെ അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റ് ഷെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മാർക്കറ്റ് ഷെയർ കൂടുതലായിട്ടും പേഴ്സൻറ്റേജിലാണ് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മാർക്കറ്റിൻ്റെ ഇത്ര പെർസെൻറ്റേജും നമ്മുടെ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. ഇങ്ങനെ ഒരു മാർക്കറ്റ് ഷെയർ കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ പ്രൈസിങ് കാരണമാണ് നമുക്ക് മാർക്കറ്റ് ഷെയർ കൂടുതലായിട്ട് അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നത്. അതായത് ഇപ്പോൾ പ്രൈസിങ്ങിൽ വരുന്ന ചെറിയ ഡിഫറൻസിനനുസരിച്ച് അല്ലെങ്കിൽ വേരിയേഷൻ അനുസരിച്ച് നമ്മുടെ മാർക്കറ്റ് ഷെയർ കൂടുകയോ കുറയുകയോ ചെയ്യാം. പ്രൈസ് കുറവുള്ളൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ കൂടുതൽ ആൾക്കാർ അത് മേടിക്കുകയും അതനുസരിച്ച് നമുക്ക് മാർക്കറ്റിൽ കൂടുതൽ ഷെയർ കിട്ടുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതൽ കസ്റ്റമേഴ്സിന് കിട്ടുന്നതിനാണ് ഷെയർ കിട്ടുക എന്ന് പറയുന്നത്. അപ്പം മാർക്കറ്റിൻ്റെ ഭൂരിഭാഗം ഏരിയയും നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് കൊണ്ട് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ നമ്മളെ പ്രൈസിങ് സ്ട്രാറ്റജി ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ 6 വൺ പറഞ്ഞിരിക്കുന്നത് പ്രോഡക്റ്റ് പൊസിഷനിങ്. അപ്പോൾ പൊസിഷനിങ് എന്നാണ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളുകളിൽ കണ്ടതാണ്. പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ ആ പ്രോഡക്റ്റിൻ്റെ ഒരു പൊസിഷൻ ഉണ്ടാക്കിയെടുക്കുക, കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ പ്രോഡക്റ്റിനൊരു പൊസിഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പൊസിഷനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ടാണ് പ്രൈസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് പൊസിഷനിങ് ഈസ് എ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് എ യൂണിക് ഐഡൻറ്റിറ്റി ഓഫ് ദി പ്രോഡക്റ്റ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദി കസ്റ്റമേഴ്സ്. പ്രൈസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് ദി പ്രോഡക്റ്റ് വിച്ച് ക്യാൻ ബി യൂസ് ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ. അപ്പോൾ പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ നമ്മുടെ പ്രോഡക്റ്റിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ഒരു പൊസിഷൻ ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നൊരു ടൂളാണ് പ്രൈസ് എന്ന് പറയുന്നത്. കാരണം നമ്മളൊരു ഒരു സ്റ്റേബിൾ പ്രൈസ് നമ്മുടെ പ്രോഡക്റ്റിന് ഇടുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന് ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഒരു നല്ല മതിപ്പുണ്ടാകുകയും അതുവഴി നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഒരു പൊസിഷൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്തൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് പൊസിഷനിങ്ങിന് പ്രൈസിങ് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ 7th വൺ, മാർക്കറ്റ് സ്റ്റാറ്റസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒബ്ജക്റ്റീവ്സിനോട് ചേർന്ന് തന്നെ പോകുന്നതാണ് ഈ പറഞ്ഞേക്കുന്ന നമ്മുടെ റോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ മാർക്കറ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്, അതായത് മാർക്കറ്റ് സ്റ്റാറ്റസ് അറ്റൈൻ ചെയ്യുന്നതിന് നമ്മൾ പ്രൈസ് യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. കമ്പനീസ് യൂസ് പ്രൈസ് ടു അറ്റൈൻ ദ ഡിസൈർഡ് മാർക്കറ്റ് സ്റ്റാറ്റസ് ആൻഡ് സംടൈംസ് പ്രൈസിങ് ഡിസിഷൻസ് ആർ മെയ്ഡ് അക്കോർഡിംഗ്ലി. പീപ്പിൾ യൂഷ്വലി പെർസീവ് എ പ്രോഡക്റ്റ് ആസ് ഹൈ ക്വാളിറ്റി ഓർ ലോ ക്വാളിറ്റി ഓൺ ദ ബേസ് ഓഫ് ഇറ്റ്സ് പ്രൈസ്. അപ്പോൾ ഒരു സ്റ്റാറ്റസ് ഉണ്ടാക്കിയെടുക്കാൻ, നമ്മുടെ പ്രോഡക്റ്റിന് ഒരു സ്റ്റാറ്റസ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ പ്രൈസിങ് സ്ട്രാറ്റജി സഹായിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. നോർമലി ഹൈ പ്രൈസുള്ള പ്രോഡക്റ്റുകളെല്ലാം ഹൈ ക്വാളിറ്റിയാണെന്നും ലോ പ്രൈസുള്ള പ്രോഡക്റ്റുകളെല്ലാം ലോ ക്വാളിറ്റിയാണെന്നും ഒരു ചെറിയൊരു അസംഷൻ കസ്റ്റമേഴ്സിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു അഡിക്വേറ്റ് പ്രൈസ് ചാർജ് ചെയ്യുകയാണെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പ്രോഡക്റ്റിനൊരു സ്റ്റാറ്റസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് റോൾ ഓഫ് പ്രൈസിങ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈസിങ്ങിൻ്റെ കൂടെ വേറൊരു പോർഷനായിട്ട് വരുന്നുണ്ട്. എല്ലാം തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഈ പറഞ്ഞേക്കുന്നത്. അപ്പം പ്രൈസിങ് സ്ട്രാറ്റജിയിൽ റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി നമുക്ക് നോക്കാം എന്തൊക്കെയായിരുന്നു. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് പ്രോഫിറ്റ് ഡിറ്റർമിൻ ചെയ്യാനുള്ളൊരു ടൂളാണെന്ന് പറഞ്ഞു. അതുപോലെ കോമ്പറ്റീഷനെ പിടിച്ചെടുത്താനുള്ളൊരു വെപ്പണാണ് പ്രൈസ് എന്ന് പറയുന്നത്. അതുപോലെ ഡിമാൻഡ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. സെയിൽസ് വോളിയത്തിലുള്ള മോഡിഫിക്കേഷൻസ് വരുത്താൻ നമ്മളെ പ്രൈസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് ഷെയർ അറ്റൈൻ ചെയ്യാനായിട്ട് പ്രൈസ് ഹെൽപ്പ് ചെയ്യുന്നു. പ്രോഡക്റ്റ് പൊസിഷൻ ചെയ്യാനായിട്ടും മാർക്കറ്റ് സ്റ്റാറ്റസ് ഉണ്ടാക്കിയെടുക്കാനായിട്ടും പ്രൈസിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈസിങ്.
ദ ഫോളോയിങ് പോയിൻറ്റ്സ് ഹൈലൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈസിങ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മാർക്കറ്റിംഗ്. അപ്പം മാർക്കറ്റിങ്ങിൽ പ്രൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അടുത്ത് പറയാൻ പോകുന്നത്. ഫ്ലെക്സിബിലിറ്റി, ക്രിയേറ്റിംഗ് ഇംപ്രഷൻ, സെയിൽസ് പ്രൊമോഷൻ, ഫൈറ്റിംഗ് കോമ്പറ്റീഷൻ ആൻഡ് ഇമേജ്. അപ്പം നമ്മൾ ഓൾറെഡി കണ്ട ആ റോള് തന്നെയാണ് ഇവിടെയും വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചോദിച്ചാലും നിങ്ങൾ ആ ഒരു മിക്സ് ചെയ്ത് എഴുതിയാൽ മതിയായിരിക്കും. അപ്പോൾ ഇവിടെ ഫ്ലെക്സിബിലിറ്റി, ഫസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്നത് ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം നമുക്ക് അറ്റൈൻ ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും ഫ്ലെക്സിബിൾ എലമെൻ്റാണ് പ്രൈസിങ് എന്ന് പറയുന്നത്. പ്രൈസിനെ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ്റെ നീഡ് അനുസരിച്ച്, ഫേമിൻ്റെ നീഡ് അനുസരിച്ച് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യാം. പ്രൈസ് ഈസ് ദ മോസ്റ്റ് ആക്സസിബിൾ ആൻഡ് ഫ്ലെക്സിബിൾ എലമെൻറ്റ് ഇൻ ദ മാർക്കറ്റ് മിക്സ് ടു ക്വിക്ക്ലി റെസ്പോണ്ട് ടു എ മാർക്കറ്റ് സിറ്റുവേഷൻ. അപ്പോൾ ഒരു പർട്ടിക്കുലർ മാർക്കറ്റ് സിറ്റുവേഷനിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റുന്ന ഏത് ഘടകമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റുന്നത് പ്രൈസാണ്. കാരണം പ്രൈസ് ഇപ്പോൾ മാർക്കറ്റ് സിറ്റുവേഷനിൽ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദ സെയിൽസ് ഓഫ് ദി പ്രോഡക്റ്റ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ പീരീഡ് ആർ ലോ ദെൻ ദ ഫേം ക്യാൻ ബൂസ്റ്റ് സെയിൽസ് ബൈ റെഡ്യൂസിങ് ദ പ്രൈസ്. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനെ സംബന്ധിച്ച് നമ്മുടെ പ്രോഡക്റ്റിനെ ഡിമാൻഡ് വളരെ കുറവാണ്, ആൾക്കാർ അധികം മേടിക്കുന്നില്ല എന്ന് വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ, നമ്മുടെ പ്രൈസിൽ ചെറിയ വേരിയേഷൻസ് വരുത്തല്ലേ, ചെറിയ രീതിയിലൊന്ന് കുറയ്ക്കുക. അങ്ങനെ നമ്മൾ പ്രൈസ് കുറയ്ക്കുന്ന വഴി നമുക്ക് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാക്കി നമ്മുടെ പ്രോഡക്റ്റ് കൂടുതലായിട്ട് ആൾക്കാർ വിറ്റഴിക്കുകയും ചെയ്യുന്നു. അപ്പം ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു എലമെൻറ്റ്, മാർക്കറ്റ് മിക്സിലെ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എലമെൻ്റാണ് പ്രൈസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇനി രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻസ് വന്ന് ക്രിയേറ്റിംഗ് ഇംപ്രഷൻ. അതായത് നമ്മൾ പറഞ്ഞ സ്റ്റാറ്റസ് ഇല്ലേ, അതിൻ്റെ തന്നെയാണ് വരുന്നത്. പ്രൈസിങ് ഹെൽപ്സ് ടു ക്രിയേറ്റ് ഇംപ്രഷൻ അബൌട്ട് ദ പ്രോഡക്റ്റ് എമംഗ് ദ കസ്റ്റമേഴ്സ്. പ്രൈസ് ഈസ് കൺസിഡർഡ് ആസ് എ മെയിൻ ഡോർ ടു റീച്ച് എ പ്രോഡക്റ്റ്. കസ്റ്റമേഴ്സ് ഓൾവേസ് ചെക്ക് ദ പ്രൈസ് ഓഫ് ദി ബ്രാൻഡ് ദേ വാണ്ട് ടു പർച്ചേസ്. എ റൈറ്റ് ഓർ ബെസ്റ്റ് പ്രൈസ് ക്രിയേറ്റ് ഗുഡ് ഇംപ്രഷൻ അബൌട്ട് ദ പ്രോഡക്റ്റ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദി കസ്റ്റമേഴ്സ്. ഇപ്പോൾ രണ്ടാമത് പറഞ്ഞിരിക്കുന്നൊരു പോയിന്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിലോട്ട് എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഘടകമാണ് ഈ പ്രൈസ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എത്രത്തോളമാണോ അതനുസരിച്ചായിരിക്കും നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഇമേജ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്രാൻഡ് ഗുഡ് വില്ല് നമുക്ക് സമ്പാദിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം കസ്റ്റമേഴ്സിൻ്റെ ഒരു പ്രോഡക്റ്റിലോട്ട് എത്തിച്ചേരുന്നൊരു വാതിലാണ് പ്രൈസ് എന്ന് പറയുന്നത്. കാരണം ഒരു നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ അതിനൊരു സ്യൂട്ടബിൾ പ്രൈസ് ആയിരിക്കും കമ്പനി ഫീസ് ചെയ്തേക്കുക. അങ്ങനെ വരുമ്പോൾ കസ്റ്റമേഴ്സ് ആ പ്രോഡക്റ്റ് കൂടുതലായിട്ട് മേടിക്കുന്നു. അങ്ങനെ ഒരു ഗുഡ് ഇംപ്രഷൻ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ടും സാധിക്കുന്നു. ഇനി അടുത്ത നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സെയിൽസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ടൂളാണ് പ്രൈസ് എന്ന് പറയുന്നത്. Pricing can be used as a tool to promote sales. Lowering the price of a product for a short period will help companies to attract the attention of more customers and thereby improve their sales. ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. സെയിൽസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. പ്രൈസിൽ വരുന്ന ചെറിയ ചെറിയ ചേഞ്ചസ് വെച്ച് നമുക്ക് സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നു. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സെയിൽസ് അധികം വിറ്റഴിക്കാൻ പറ്റുന്നില്ല എങ്കിൽ കമ്പനീസ് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നത് പ്രൈസിലൊരു ലോവർ ചെയ്യുക, പ്രൈസ് ഒരു കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സെയിൽസിൽ പെട്ടെന്ന് തന്നെ ഒരു ബൂസ്റ്റ് ഉണ്ടാകുന്നു, എന്ന് പറഞ്ഞാൽ ഒരു ഇൻക്രീസ് ഉണ്ടാകാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഫോർത്ത് ആണ് പറഞ്ഞിരിക്കുന്നത് ഫൈറ്റിംഗ് കോമ്പറ്റീഷൻ. ഞാൻ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. കോമ്പറ്റീഷൻ പിടിച്ചു നിർത്തണമെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞത് തന്നെ, പ്രൈസിങ്ങിൽ നമുക്കുള്ള ചേഞ്ച് വഴി നമുക്ക് കോമ്പറ്റീഷൻ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും. നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് കോമ്പറ്റീറ്റേഴ്സിൻ്റെ സിമിലർ പ്രോഡക്റ്റുമായിട്ട് ഒരുപാട് വേരിയേഷൻസ് വരാത്തൊരു പ്രൈസ് ആയിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം കോമ്പറ്റീഷനെതിരെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൈസിങ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുന്ന പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതായിരിക്കണം, എന്ന് പറഞ്ഞാൽ ഏറ്റവും കോമ്പറ്റീറ്റൻ്റ് ആയിട്ടുള്ളതായിരിക്കണം. ഇനി അടുത്തത് ഫിഫ്ത്ത് വൺ, ഇമേജ്. Right pricing strategy helps them to improve their image in the market. Consumers will appreciate and accept companies which charge fair price for their product and reject those firms which follow unfair pricing strategy. അപ്പോൾ നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് കമ്പനിക്കൊരു ഗുഡ് വിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പ്രൈസിങ് സ്ട്രാറ്റജി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ പ്രോഡക്റ്റിന് ഇപ്പം നല്ലൊരു ഫെയർ പ്രൈസാണ്, നമ്മൾ നല്ല ഫെയർ പ്രൈസിൽ നമ്മൾ ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് നമ്മുടെ പ്രോഡക്റ്റിനെ അപ്രിഷ്യേറ്റ് ചെയ്യും. ഇനി ഓൺ ദ അതർ ഹാൻഡ് നമ്മുടെ പ്രോഡക്റ്റിന് അത്രത്തോളം ക്വാളിറ്റി ഇല്ല, നമ്മൾ അൺഫെയർ പ്രൈസുമാണ് അതിന് ചാർജ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാകത്തില്ല, കമ്പനിക്ക് ഗുഡ് വിൽ ഉണ്ടാകത്തില്ല. അപ്പം ഫെയർ പ്രൈസിൽ ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു കമ്പനിയാണെങ്കിൽ അവർക്ക് മാർക്കറ്റിലൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രൈസ് മൂലമാണ് സാധിക്കുന്നത്, അല്ലെ ഗുഡ് പ്രൈസിങ് സ്ട്രാറ്റജീസ് മൂലമാണ് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പോയിൻറ്റ്സ് നമുക്ക് പ്രൈസിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയായിരുന്നു? നമുക്ക് ഫ്ലെക്സിബിളാണ് പ്രൈസ് എന്ന് പറയുന്നത്, ഏത് മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക്
ഫ്ലെക്സിബിൾ ആക്കാനായിട്ട് സാധിക്കുന്നു. കസ്റ്റമേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നു. സെയിൽസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് പ്രൈസ് കൊണ്ട് സാധിക്കുന്നു. കോമ്പറ്റീഷനെതിരെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രൈസ് സ്ട്രാറ്റജി കൂടിയേ തീരുള്ളൂ. ദെൻ ലാസ്റ്റ് പറഞ്ഞേക്കുന്നത് കമ്പനിക്കൊരു ഗുഡ് വില്ല് അല്ലെങ്കിൽ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാനും പ്രൈസ് സ്ട്രാറ്റജി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് ഒരു പോർഷൻ കൂടി പറഞ്ഞെടുത്ത് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസിങ് ഡിസിഷൻ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് പ്രൈസിങ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്നത്? അതായത് നമ്മളൊരു പ്രോഡക്റ്റിന് പ്രൈസ് നിശ്ചയിക്കുമ്പം നമ്മളെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഏതൊക്കെ ഘടകങ്ങളുണ്ട് നമുക്ക് നോക്കാം. ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ് പ്രൈസിങ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ നിങ്ങളിത് ഇമ്പോർട്ടൻ്റ് എന്നൊന്ന് എഴുതി വെച്ചേക്കണം. നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഈ വന്നേക്കുന്നത്. പ്രൈസിങ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. Pricing decision of a company depends on the nature of its objectives. If the objective of an organization is to market superior quality product, then the pricing decisions are formulated in accordance with that objective. അപ്പം ആദ്യത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് ആയിരിക്കും. അതായത് നമ്മൾ പ്രൈസ് നിശ്ചയിക്കുമ്പോൾ, നമ്മുടെ പ്രോഡക്റ്റിന് പ്രൈസ് നിശ്ചയിക്കുമ്പം നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഒരു ഫാക്ടർ എന്ന് പറയുന്നത് കമ്പനിയുടെ ഒബ്ജക്റ്റീവാണ്. നമ്മുടെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്താണോ അതനുസരിച്ചായിരിക്കും ആ കമ്പനിയുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസും പോകുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഏറ്റവും ക്വാളിറ്റി പ്രോഡക്റ്റ് ഏറ്റവും ഫെയർ പ്രൈസിൽ മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എങ്കിൽ നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നതും ആ രീതിയിലായിരിക്കും. അതായത് ഫെയർ ആയിട്ടുള്ളൊരു പ്രൈസ് ആയിരിക്കും നമ്മുടെ പ്രോഡക്റ്റിന് നമ്മൾ നിശ്ചയിക്കുന്നത്. അപ്പം ഒന്നാമത്തെ നമ്മുടെ ഫാക്ടർ എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ദെൻ സെക്കൻഡ് വൺ പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ്. അടുത്ത പ്രൈസിങ് ഡിസിഷനെ ഡിസൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്ന അടുത്ത ഘടകമാണ് പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷൻസ് മേ സെറ്റ് ഡിഫറെൻറ്റ് ഗോൾസ് ഫോർ പ്രൈസിങ് സച്ച് ആസ് അറ്റൈനിങ് ദ ടാർഗറ്റഡ് പ്രോഫിറ്റ്, മാക്സിമൈസിങ് ദ റിട്ടേൺ, മാർക്കറ്റ് സ്റ്റാറ്റസ്, ഇൻക്രീസിങ് സെയിൽസ് വോളിയം, ഒഫൻഡിങ് കോമ്പറ്റീറ്റേഴ്സ് എക്സെട്ര. ദ പ്രൈസിങ് ഡിസിഷൻസ് ആർ ഫോർമുലേറ്റഡ് ഇൻ എഗ്രിമെൻറ്റ് വിത്ത് ദ പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഓർഗനൈസേഷനിലെ പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ മാർക്കറ്റ് ഷെയറിന് വേണ്ടിയിട്ടാണോ, മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ, അതോ മാക്സിമം സെയിൽസിന് വേണ്ടിയിട്ടാണോ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നുള്ള ഒബ്ജക്റ്റീവ്സ് അനുസരിച്ചായിരിക്കും നമ്മുടെ പ്രൈസിങ് ഡിസിഷനും പോകുന്നത്. അപ്പം ആദ്യം പറഞ്ഞു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അനുസരിച്ചായിരിക്കും പ്രൈസ് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷനിലെ ഓവറോൾ പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ് എന്താണോ അതനുസരിച്ചായിരിക്കും പ്രോഡക്റ്റിൻ്റെ പ്രൈസ് പോകുന്നത്. ഇനി മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടർ തന്നെയാണ് ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ പ്രൈസ് ആൻഡ് ഡിസിഷൻ ഈസ് ദ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് എ പ്രോഡക്റ്റ്. ദ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് മസ്റ്റ് ബി സഫിഷ്യൻറ്റ് ഇനഫ് ടു മീറ്റ് ദ കോസ്റ്റ് ഇൻകേർഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ദാറ്റ് പ്രോഡക്റ്റ്. കോസ്റ്റ് ഇൻക്ലൂഡ് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, കോസ്റ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ ആൻഡ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. അപ്പം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് നമുക്ക് വന്നിരിക്കുന്ന ടോട്ടൽ കോസ്റ്റ് എന്താണ്, അതായത് റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് എത്ര, അതുപോലെ ഓവർഹെഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഓവർഹെഡ് കോസ്റ്റ് എത്ര, അതുപോലെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ കോസ്റ്റ് എത്ര, പിന്നെ പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ. അപ്പം ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലോട്ട് ഇറക്കുന്നതിന് മുമ്പ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് നോക്കും. ആ കോസ്റ്റിനെ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ പ്രോഡക്റ്റിനെ പ്രൈസ് ഇടുന്നത്. കാരണം നമുക്ക് ഒരിക്കലും നഷ്ടം വരാൻ പാടില്ല. അങ്ങനെ വരുമ്പം നമ്മുടെ ടോട്ടൽ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന കോസ്റ്റ് എത്രയോ അതിനേക്കാളും ഒരു പ്രോഫിറ്റ് കൂടി ചേർന്നായിരിക്കും നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസിനെ നിശ്ചയിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറവാണെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസും കുറവായിരിക്കും. അതുപോലെ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഹൈ ആണെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് നമുക്ക് ഹൈ ആയിട്ടാണ് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി ഫോർത്ത് വൺ പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻ. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ റൂൾസ് റെഗുലേഷനും. ഗവൺമെൻറ് ഓരോ ടൈമിൽ ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇറക്കിയിട്ടുണ്ട്, നമ്മുടെ വിലക്കയറ്റം തടയാനായിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ വരുമ്പം നമ്മളൊരു പ്രോഡക്റ്റിന് പ്രൈസ് ഇടുമ്പം അതിനനുസരിച്ച് ഗവൺമെൻറ്റിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് എന്താണെന്നും അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണെന്ന് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഒരു പ്രോഡക്റ്റിന് പ്രൈസ് ഇടുന്നത്.
The decision makers have to ensure that price fixed for a product does not violate any of the act of laws. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റിന് പ്രൈസ് നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ കമ്പനി എൻഷുർ ചെയ്യണം ഈ ഒരു പ്രൈസ് നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞേക്കുന്ന റൂൾസ് റെഗുലേഷൻസ് ഒന്നും വയലേറ്റ് ചെയ്യുന്നില്ല, അതിനുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രൈസ് റേഞ്ചാണ് നമ്മുടെ പ്രോഡക്റ്റിന് ഇട്ടേക്കുന്നത് എന്നുള്ളത്. അപ്പം നമ്മുടെ പ്രൈസിങ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് 5th വൺ, നേച്ചർ ഓഫ് ദി പ്രോഡക്റ്റ്. Nature of the product is another decisive factor of pricing decision. Product features and attributes are duly taken into account while formulating pricing decision. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നേച്ചർ ഓഫ് പ്രോഡക്റ്റ്. നമ്മൾ ഏത് ടൈപ്പ് പ്രോഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മുടെ പ്രൈസിങ് ഡിസിഷനിൽ വ്യത്യാസം വരും. ഇപ്പം നമ്മൾ ഹൈ ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ്, അതായത് അതിൻ്റെ റോ മെറ്റീരിയൽസൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മൾ ഹൈ സ്റ്റാൻഡേർഡിലാണ് ഒരു പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ഹൈ പ്രൈസ് ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്, ഇനി ഒരു ലക്ഷറി പ്രോഡക്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. അതുപോലെ നമ്മളൊരു കൺസ്യൂമബിൾ പ്രോഡക്റ്റാണ്, കൺസ്യൂമേഴ്സിനുള്ള ഡേ ടു ഡേ യൂസിന് വേണ്ടിയുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പം നമ്മൾ ഏത് ടൈപ്പ് പ്രോഡക്റ്റ് ആണോ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് അതനുസരിച്ച് നമ്മുടെ പ്രൈസിങ് ഡിസിഷനിൽ വ്യത്യാസം വരും. ഇനി 6th വൺ, സൈസ് ഓഫ് ദി മാർക്കറ്റ്. The cost of marketing increases when the size of the market is big, irrespective of the geographical limit and the number of consumers to be covered. The company has to spend more on production, promotion and distribution. This will lead to high price for the product. അപ്പോൾ അടുത്ത് പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റിൻ്റെ സൈസ്. നമ്മുടെ പ്രോഡക്റ്റ് ഇറക്കാനുള്ള ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു വലിയ മാർക്കറ്റാണെങ്കിൽ നമുക്ക് അവിടെ കൂടുതൽ എക്സ്പെൻസ് വേണ്ടി വരും. കാരണം നമുക്ക് പ്രൊമോഷൻസ് കൂടുതൽ വേണ്ടി വരും, ട്രാൻസ്പോർട്ടേഷൻ കൂടുതൽ വേണ്ടി വരും, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് കൂടുതൽ വേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് കോസ്റ്റ് കൂടും. ഈ ഡിസ്ട്രിബ്യൂഷൻ സെയിൽസിനൊക്കെ വേണ്ടിയിട്ട് കോസ്റ്റ് കൂടും, അതനുസരിച്ച് നമ്മുടെ പ്രൈസും കൂടും. അപ്പം മാർക്കറ്റ് ചെറുതാണെങ്കിൽ നമ്മൾ അവിടെ കവർ ചെയ്യേണ്ട ചെറിയൊരു ഏരിയ ആണെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമ്മുടെ ചിലവുകൾ കുറയും, അതനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസും കുറയും. അപ്പം നമ്മുടെ പ്രൈസിനെ ഡിറ്റർമിൻ ചെയ്യുന്ന അടുത്തൊരു ഘടകമാണ് നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ സൈസ് എന്ന് പറയുന്നത്. മാർക്കറ്റ് വലുതാണെങ്കിൽ നമ്മുടെ കോസ്റ്റും കൂടുതലായിരിക്കും, അതനുസരിച്ച് പ്രൈസും കൂടുതലായിരിക്കും. ഇൻ കേസ് മാർക്കറ്റ് ചെറുതാണെങ്കിൽ, നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന മാർക്കറ്റ് ചെറുതാണെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസും കുറവായിരിക്കും, നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരുന്നതും കുറവായിരിക്കും. നെക്സ്റ്റ് 7th വൺ, പ്രൈസ് ഓഫ് ദി കോമ്പറ്റീറ്റേഴ്സ്. അടുത്തൊരു നിർണായകമായിട്ടുള്ളൊരു ഫാക്ടറാണ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസ്. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് പ്രൈസ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റുമായിട്ട് മാർക്കറ്റിലോട്ട് ഇറങ്ങുക, അങ്ങനെ വരുമ്പോൾ എന്താ, നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസിനേക്കാളും ഒരുപാട് ഹൈ ആണെങ്കിൽ ആൾക്കാർ ആ സിമിലർ പ്രോഡക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് ഇറക്കുന്നുണ്ട്, ആ പ്രോഡക്റ്റ് തന്നെ മേടിക്കത്തുള്ളൂ, നമ്മുടെ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾ പ്രോഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യുമ്പം എപ്പോഴും നമ്മൾ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസ് എത്രയാണെന്ന് നോക്കും, അവരുടെ പ്രോഡക്റ്റിന് അവർ ചാർജ് ചെയ്യുന്ന പ്രോഡക്റ്റ് എത്രയാണെന്ന് നോക്കും. അതിൽ ഒരു ചെറിയ വേരിയേഷൻസ് വരുത്തി മാത്രമാണ് നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് മാർക്കറ്റിൽ ഇറക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസിന് അക്കോർഡിംഗ്ലി ആയിരിക്കും നമ്മുടെ ഫേമിൻ്റെ പ്രോഡക്റ്റ് പ്രൈസും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഇനി 8th വൺ, എക്കണോമിക് കണ്ടീഷൻ. അടുത്തൊരു ഫാക്ടറാണ് എക്കണോമിക് കണ്ടീഷൻ. നമ്മുടെ പ്രോഡക്റ്റ് ഇറക്കുന്ന നേരത്ത് നമ്മുടെ എക്കണോമി എങ്ങനെയാണ്, ആൾക്കാരുടെ കയ്യിലേക്ക് കൂടുതൽ പൈസയുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ, ആൾക്കാർക്ക് പണപ്പെരുപ്പമുള്ള ഒരു ടൈമിലാണ് നമ്മൾ പ്രോഡക്റ്റ് ഇറക്കുന്നതെങ്കിൽ നമുക്കൊരു ഹൈ പ്രൈസ് നമ്മുടെ പ്രോഡക്റ്റിന് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ എക്കണോമിക് കണ്ടീഷൻ വീക്കാണ് എന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ അൺഎംപ്ലോയ്മെൻറ്റും അതുപോലെ ആൾക്കാരുടെ കയ്യിൽ പൈസയൊന്നും ഇല്ല, അങ്ങനെ വരുമ്പോഴത്തേനും നമ്മളൊരു ഹൈ പ്രൈസുള്ള പ്രോഡക്റ്റ് ഇറക്കിയിട്ട് കാര്യമില്ല, നമ്മൾ പ്രൈസ് കുറവുള്ളൊരു പ്രോഡക്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഇറക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിന് പ്രൈസ് കുറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇറക്കുന്നത്. സോ നമ്മുടെ പ്രൈസിന് ഡിസൈഡ് ചെയ്യുന്ന നെക്സ്റ്റ് ഘടകം എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിക് കണ്ടീഷനാണ്. എക്കണോമിക് കണ്ടീഷൻസ് അനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസിൽ നമ്മൾ ചേഞ്ച് വരുത്തും. ഇനി 9th വൺ, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. PLC നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഒരു പ്രോഡക്റ്റിന് പല സ്റ്റേജിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പം അങ്ങനെ വരുമ്പം ഓരോ സ്റ്റേജിലും നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റാണ്. നമ്മൾ ആ PLC പഠിച്ചപ്പോഴും പറഞ്ഞു ആ ഒരേ ടൈമിൽ നമ്മൾ സ്വീകരിക്കേണ്ട പ്രൈസിങ് സ്ട്രാറ്റജി എന്താണെന്നുള്ളത്. There is considerably difference in the price of a product during the introduction, growth, maturity and decline stages. Depending on the sales volume and profit in the different stages of PLC, companies have to adopt adequate pricing strategy. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കത്തുള്ളൂ, ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആണെങ്കിൽ നമ്മൾ രണ്ട് രീതിയിൽ പ്രൈസിങ് സ്ട്രാറ്റജി ഡിസൈഡ് ചെയ്യാം. ഒന്നെങ്കിൽ ഒരു ഹൈ പ്രൈസ് ചാർജ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു ലോ പ്രൈസ് ചാർജ് ചെയ്യാം. ഇനി അതിൽ ഗ്രോത്ത് സ്റ്റേജ് വരുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു സ്റ്റേബിൾ പ്രൈസിലായിരിക്കും പോകുന്നത്, ഒരുപാട് ചേഞ്ചസ് വരുത്തത്തില്ല. ഇനി അതൊരു മച്യൂരിറ്റി സ്റ്റേജ് എത്തുവാണെങ്കിലും ആ സമയത്ത്
നമുക്ക് ഹൈ പ്രൈസിലോട്ട് നമുക്ക് ചാർട്ട് വരും. ഇനി ദെൻ ഡിക്ലൈൻ സ്റ്റേജിലോട്ട് പോകുമ്പോൾ നമ്മൾ ഹൈ പ്രൈസ് ചാർജ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ പ്രൈസ് പതുക്കെ ലോവർ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പം ഒരു പ്രോഡക്റ്റ് കടന്നു പോകുന്ന പല സ്റ്റേജിലും നമ്മൾ പല പ്രൈസിങ് സ്ട്രാറ്റജീസ് ആയിരിക്കും അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പം പ്രോഡക്റ്റിൻ്റെ ആ ഒരു ലൈഫ് സൈക്കിൾ ഏത് സ്റ്റേജാണോ ആ സ്റ്റേജിൽ നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നതും വേരി ആയിരിക്കും. അപ്പം പ്രോഡക്റ്റിൻ്റെ പ്രൈസിനെ നിശ്ചയിക്കുന്ന അടുത്തൊരു ഘടകം എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിളാണ്. ദെൻ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. The nature and cost of distribution network affect the pricing decision of a firm. If a firm is able to set an inexpensive distribution channel for its product, then it can avail the product to customers at a low price. അപ്പം അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസിലും വ്യത്യാസം വരും. അപ്പം നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഒരു വൈഡ് ആയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾ ഓവർ ദ കൺട്രി നമ്മുടെ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സ്പെൻസ് ആയിരിക്കും. അങ്ങനെ ഒരു ഹൈലി എക്സ്പെൻസീവ് വരുമ്പോഴത്തേനും നമ്മുടെ പ്രോഡക്റ്റിനും അതനുസരിച്ച് പ്രൈസ് കൂടും. ഇനി നമുക്ക് ഒരു ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് നമുക്ക് കുറയ്ക്കാനായിട്ടും സാധിക്കും. അപ്പം നമ്മുടെ പ്രൈസിനെ ഡിറ്റർമിൻ ചെയ്യുന്നതിൽ ഡിസ്ട്രിബ്യൂഷൻ ചാനലിലും ഒരു റോൾ ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഘടകങ്ങളാണ് നമ്മുടെ പ്രൈസിങ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങളൊന്നും കൂടി നന്നായിട്ട് പഠിച്ചു നോക്കണം. ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അതിൻ്റെ ഒപ്പം പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതുകൂടാതെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻ, നേച്ചർ ഓഫ് പ്രോഡക്റ്റ്, സൈസ് ഓഫ് ദി മാർക്കറ്റ്, പ്രൈസ് ഓഫ് ദി കോമ്പറ്റീറ്റേഴ്സ്, എക്കണോമിക് കണ്ടീഷൻ ആൻഡ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. അപ്പോൾ ഇതൊക്കെ അനുസരിച്ചാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രൈസിങ്ങിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കാനുള്ളത്. ഓർത്തോണം, നമ്മൾ ഇന്നൊക്കെ എന്തൊക്കെയാണ് പഠിച്ചതെന്നുള്ള ഒബ്ജക്റ്റീവ്സ്, പ്രൈസിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് പഠിച്ചു, പ്രൈസിങ്ങിൻ്റെ റോള് പഠിച്ചു, അതുപോലെ അതിൻ്റെ ഇമ്പോർട്ടൻസ് പഠിച്ചു, പിന്നെ പ്രൈസിങ്ങിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നും പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു പോകുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.